സർ, ഇനിയും ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരിക തന്നെ ചെയ്യും. ഞങ്ങളുടെ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് ഘോരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന CPM ഇപ്പോൾ അത് മാറ്റി പറയാണ്. വഴി മാറ്റി തിരിച്ചു വിടുക എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ നദി മാറി തിരിഞ്ഞു വിടുക എന്നൊക്കെ പറയും. ഇപ്പോൾ മൊത്തത്തിലൊന്ന് തിരിഞ്ഞോ എന്നുള്ളൊരു സംശയം. ഇപ്പൊ MV ഗോവിന്ദൻ പറയുന്നത് അടുത്ത തവണ ഇടതുമുന്നണി അധികാരത്തിൽ വരും, പക്ഷെ അതിൽ പിണറായി വിജയൻ ആണോ മുഖ്യമന്ത്രി എന്നുള്ളത് തീർത്തും പറയാൻ പറ്റില്ല. മാത്രമല്ല, നിലമ്പൂരിൽ M സ്വരാജ് സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. മന്ത്രി ആക്കണം എന്നുള്ളൊരു ഓഫറൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇപ്പോൾ മൊത്തത്തിൽ CPM-നകത്ത് മൊത്തത്തിൽ ചേരിതിരിവൊക്കെ ആണല്ലോ. എന്താണ് ഒരു മനമാറ്റം? പിണറായി പൂജ നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ അതിൽ നിന്നൊരു പിന്മാറ്റം എന്താണ്? MV ഗോവിന്ദൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, LDF കൺവീനർ രാമകൃഷ്ണനും പറഞ്ഞിരിക്കുകയാണ് ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പിണറായിക്കിട്ടൊരു കുത്തുകൊടുക്കുന്ന രീതിയിൽ തന്നെ മാറും. കാര്യം അവിടെ സ്വരാജിന് പരാജയം സംഭവിക്കും. ഭരണത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ അതിന് നയിക്കുന്നത് അതിൻ്റെ ക്യാപ്റ്റൻ പിണറായിയാണ്. MV ഗോവിന്ദൻ പറഞ്ഞ ഒരു സംഗതിയുണ്ട്. M സ്വരാജിന് ഒരു കാലത്തും നിലമ്പൂരിൽ ജയിക്കില്ല എന്ന് വിധി എഴുതിക്കൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആരും വരാതിരുന്ന സ്ഥാനത്താണ് സ്വരാജ് കയറി വന്നത്. അപ്പോൾ അതിൽ ജയിക്കുവാണെങ്കിൽ വലിയൊരു വിജയമായിരിക്കും LDF സർക്കാർ. പക്ഷേ എന്നിട്ടും സ്വരാജിനെ അവഗണിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്താണ്? മന്ത്രിസ്ഥാനം ഞങ്ങൾ ഓഫർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന്റെ ധാർഷ്ട്യം എന്താണ്? അല്ല, സ്വരാജിന് എന്തടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കണം? ജയിച്ച് കയറി വന്ന ഉടനെ മന്ത്രിസ്ഥാനം കൊടുക്കണമെന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലൂടെ കയറി വന്നു. അങ്ങനെ CPM അത് ജയിച്ചുവെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കും. മാനം കാക്കാനെന്ന് പറഞ്ഞാൽ CPM അവിടെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി, അത്രയേ ഉള്ളൂ. പക്ഷേ UDF വിജയിക്കുമ്പോൾ കാര്യം മാറുകയാണ്. ഈ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പിണറായിയുടെ ഒരുതരം ഭാഷാ ശൈലിയൊക്കെ കൊണ്ടു നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ധാർഷ്ട്യം, മുഖഭാവവും എല്ലാം അത്തരത്തിലുള്ള ആള് തന്നെയാണ്. അല്ല, ഇപ്പം കുറച്ച് ചിരിയൊക്കെ വരുന്നുണ്ട് മുഖത്ത്. അത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ട് ഒരു ചെറിയ ചിരി. ഈ അൻവറിന്റെ അവിടെ ഇപ്പം ആരെ തോൽപ്പിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയം നിലമ്പൂരിൽ. കാരണം അൻവർ ഇറങ്ങിയത് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ പിണറായി വിജയനെ അല്ല ചോദ്യം ചെയ്യുന്നത്, CPM-നെ അല്ല, ഇപ്പോൾ UDF-നെ ചോദ്യം ചെയ്യുന്നു. VD സതീശനെയും ഉൾമുനയിലാണ് നിർത്തി. അൻവർ കാണിച്ച വലിയൊരു ബുദ്ധിമോശം തന്നെ. കാരണം അൻവറിന് ചില കാര്യങ്ങൾ അൻവർ ആഗ്രഹിച്ചു, UDF-ൽ നിന്ന് അൻവറിന് അത് കിട്ടിയില്ല. പക്ഷേ അൻവർ ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിലും, അൻവർ രാജിവെച്ച ഒരു സ്ഥാനമാണ്, അല്ലെ അൻവർ വേണ്ട എന്ന് വെച്ച ഒരു സ്ഥാനത്ത് ഒന്നും മിണ്ടാതെ UDF തന്നെ ഈ പറഞ്ഞോണം ഘടകകക്ഷി ആക്കിയില്ല അല്ലെങ്കിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ മത്സരത്തിൽ UDF വിജയിക്കുമ്പോൾ അത് അൻവറിന്റെ വിജയമായിട്ട് അൻവറിന് കണക്കാക്കാമായിരുന്നു. അൻവറിന് അന്ന് പറയായിരുന്നു ഇത് എന്റെ വിജയമാണ്, ഞാനാണ് വിജയിപ്പിച്ചതെന്ന്. ഒന്നും മിണ്ടണ്ട, ഒരു പ്രചാരണത്തിന് പോലും UDF-ന്റെ കൂടെ പോകണ്ടായിരുന്നു. പക്ഷെ അൻവർ തന്നെ അൻവറിന്റെ കുളം തോണ്ടിയിരിക്കുക. രാഷ്ട്രീയ ഭാവി തന്നെ ഏകദേശം അവതാളത്തിലായിരിക്കുകയല്ലേ. ഇപ്പൊ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ അൻവർ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായിരിക്കും സംഭവിക്കുന്നത്. കാരണം അൻവറിൻ്റെ സ്ഥാനാർത്ഥി അതല്ലായിരുന്നു, ജോയി ആയിരുന്നു. അവിടെ മുതലാണ് ഇങ്ങോട്ട് UDF-ഉമായിട്ട് മുറുമുറുപ്പും ഒക്കെ തുടങ്ങിയത്. VD സതീശൻ അതിനകത്തോട്ട് വാതിൽ കുറ്റിയിട്ട് നിൽക്കുകയാണ്, വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ അൻവറിന് എല്ലാം കൊണ്ടും തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക കൂടിയാണ്, വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നില്ല. ഇതിന് പണച്ചെലവുള്ള കാര്യമാണ്, പണമില്ല എന്നാണ് അൻവറിനെ പോലുള്ള ഒരാൾ പറയുന്നത്. ഈ അൻവറിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് എവിടെ മാത്രമാണ്? അത് നിലമ്പൂരിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുക. നമ്മളിപ്പം വന്ന ചർച്ച അങ്ങ് നിലമ്പൂരിലേക്ക്, എപ്പോൾ ചർച്ച ചെയ്താൽ ഇപ്പം നിലമ്പൂരാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ പോകുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് MV ഗോവിന്ദന്റെ വാക്കുകളാണ്. പിണറായി അടുത്ത തവണ ഇടതുപക്ഷ മുന്നണി ജയിക്കും, പക്ഷേ പിണറായി മുഖ്യമന്ത്രി ആവില്ല എന്നുള്ളതാണ്. അപ്പൊ അതിലെന്തായിരിക്കും MV ഗോവിന്ദൻ അത്രത്തോളം പറയണം? കാരണം പിണറായി പൂജയിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു MV ഗോവിന്ദൻ. അദ്ദേഹം ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പാർട്ടിക്കകത്തുള്ള പ്രശ്നം? MV ഗോവിന്ദൻ ഇപ്പൊ പറയുന്നതിന്റെ സാരവും തോന്നുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകത്തില്ല, മരുമകൻ മുഖ്യമന്ത്രി ആകുമെന്ന് ചിലപ്പോൾ MV ഗോവിന്ദനെ കൊണ്ട് പിണറായി പറയിപ്പിക്കുന്നത്. ഇനി അതോ MV ഗോവിന്ദൻ അടുത്ത മുഖ്യമന്ത്രി ആവുമെന്നാണോ? MV ഗോവിന്ദൻ ആകേണ്ടതാണ്.
എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പിണറായിയുടെ മുമ്പിൽ നട്ടല് വളച്ച് ഒടിച്ച് നിൽക്കുന്ന ഒരാളാണ്. അപ്പം മരുമകന് വേണ്ടി പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം എന്താണ്? പിന്നെ പിണറായിയുടെ വാക്കുകളാണ് എം വി ഗോവിന്ദൻ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി അധികാരത്തിൽ വന്നിട്ട് എല്ലാ പാർട്ടി സെക്രട്ടറിമാരെയും ഇതുപോലെ തൻ്റെ പരിധിയിൽ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് 3 തരത്തിൽ എടുക്കാം. രണ്ടെണ്ണം സാറ് പറഞ്ഞതുപോലെ, ഒന്നുകിൽ എം വി ഗോവിന്ദൻ അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത, രണ്ടാമത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത, മൂന്നാമത് മറ്റൊരു സാധ്യത കിടപ്പുണ്ട്, CPM-ന് ബോധം ഉദിച്ചു എന്നുള്ളൊരു സാധ്യത. ബോധം വന്നു, പാർട്ടി എന്താണ്, കമ്മ്യൂണിസം എന്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്താണ്, എങ്ങോട്ടാണ് ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ബോധം ഒരു പക്ഷേ എം വി ഗോവിന്ദനല്ല, അതിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ള അതിൻ്റെ തൊട്ട് താഴേക്കിടയിലുള്ള സഖാക്കൾക്ക് മനസ്സിലായി എന്നൊരു ബോധമല്ലേ? ഈ 3ാം വട്ടമൊന്നും തുടർഭരണമില്ല, അതറിഞ്ഞു. അതുണ്ടാവില്ല. പക്ഷെ എന്നാലും ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് CPM പാർട്ടിക്കകത്ത് ഉദിച്ച ഒരു ബുദ്ധി അല്ലെ ഒരു ബോധം, അവർക്ക് മറഞ്ഞിരുന്ന ഒരു ബോധം, ഇതുവരെ എല്ലാവരെയും പുകമറ കൊണ്ട് സൃഷ്ടിച്ചിരുന്ന ഒരു പിണറായി ഭാവം ഉണ്ടായിരുന്നു. അത് മാറി, ആ പുകമറ മാറി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നതാണെന്ന് ഓരോ അതിൽ ജീവിക്കുന്ന പാർട്ടിയിലുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സിലായി. അത് ഒരു പക്ഷേ അവിടെ ചർച്ചാ വിഷയമായതിന്റെ ഒരു ബോധമല്ലേ ഇപ്പോൾ എം വി ഗോവിന്ദനോട് തെളിയുന്നത്. അവിടെയായിട്ട് ചിലർ മാത്രം പിണറായിക്ക് ബദലായിട്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം അടിച്ചിരുത്തും. ബാക്കി എല്ലാവരും പിണറായിയുടെ അടിമകളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ സ്ഥാനമാനങ്ങൾ നൽകി ഒരിടത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഇതുപോലെ 3ാം വട്ടം അധികാരത്തിൽ വന്നാലും ഇതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ നൽകി പിണറായിയുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി മരുമകന് അരിയിട്ട് വാഴ്ച നടത്തുകയും ചെയ്യും. അത് നടക്കില്ല എന്നുള്ളത്, അതായത് 3ാം വട്ടം CPM-ന് അധികാരം കൊടുക്കില്ല ജനങ്ങൾ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ പിണറായിയുടെ കണക്കുകൂട്ടൽ അതാണ്. പിണറായി അതിനുവേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കും, വോട്ട് ഭിന്നിപ്പും ഒക്കെ നടത്തും. ഇപ്പം നിലമ്പൂരിൽ അതിൻ്റെ ചില സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നിലമ്പൂരിലെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് അൻവർ അന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ പന്തം പോലെ കത്തുമെന്ന് പറഞ്ഞു. ഇപ്പോഴെന്താണ്? അൻവർ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അൻവർ ഒന്നുമല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ UDF-ന് ഒരു വിജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ മാറുന്നത്. ഈ വിജയത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഉന്മേഷം പകരുകയായിരിക്കും ചെയ്യുന്നത്. കാരണം ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് ഇല്ല. ഇനി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരാൾ മരിച്ചാൽ പോലും ഉപതെരഞ്ഞെടുപ്പ് ഇല്ല, അതിനുള്ള സമയം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിന് ഏറെ പ്രത്യേകതയുണ്ട്. മത്സരത്തിൽ പിണറായിയെ വെല്ലുവിളിച്ച് അല്ലെങ്കിൽ ഭരണത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആ MLA തന്നെ MLA സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പിന്നെ മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയും ഇതിനകത്തുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിച്ചു. പുതുപ്പള്ളിയിലായാലും തൃക്കാക്കരയിലും പാലക്കാടും ചേലക്കരയിലെ അവരുടെ CPM-ന്റെ വോട്ട് കുറയ്ക്കാനും സാധിച്ചു. ഇതൊക്കെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, LDF കൺവീനർ, ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാകും എന്ന് പറഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞു. സ്വരാജ് 8 നിലയിൽ പൊട്ടും, പിണറായിക്കിട്ടൊരു കൊട്ടുകൊടുക്കണം. അതിനുവേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് കൺവീനർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 3ാം വട്ടം എന്നുള്ളത് അതൊക്കെ ഒരു സ്വപ്നമായിട്ട് തന്നെ അങ്ങനെ LDF-ൽ നിൽക്കട്ടെ, അതായിരിക്കും നല്ലത്.